ചെറി ബ്ലോസം കാണാനുള്ള തിരക്കിനിടയ്ക്ക് മിക്കപ്പോഴും പീച്ച് ബ്ലോസം കാണാൻ വേണ്ടിയിട്ട് വിട്ടുപോവാറുണ്ട്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നത് പീച്ച് ബ്ലോസം ആണ്. ഈ പൂത്ത് നിൽക്കുന്നതൊക്കെ പീച്ച് പൂക്കളാണ് കേട്ടോ, പല കളറിലും. ഒരേ മരത്തിൽ തന്നെ പല കളറിലുള്ള പൂക്കൾ നമുക്ക് കാണാൻ പറ്റും. വൈറ്റും പിങ്കും റെഡും ഒക്കെ ചേർന്നിട്ടുള്ളതൊക്കെ കാണാൻ പറ്റാറുണ്ട്. ഈ പീച്ച് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഒസാക്ക കാസിലാണ്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാലേ കാസിൽ കാണാൻ പറ്റും. സാക്കുറയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. പല ഗേറ്റ് ഉണ്ട് നമുക്ക് ഈ ഒരു കാസിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അതിനകത്ത് ഗൂഗിളിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പ്ലമ്മിന്റെ ഗാർഡൻ വേറെ സ്ഥലത്തും പീച്ച് വേറെ സ്ഥലത്തൊക്കെ ആയിട്ടാണ്. അപ്പൊ പീച്ച് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സൈഡിലൂടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരു ചെറിയ ഗാർഡൻ ആണ് കേട്ടോ, ഒരുപാടൊന്നുമില്ല, കുറച്ച് പൂക്കളൊക്കെയാണ് ഉള്ളത്. ഒരു മാർച്ച് പകുതി മുതൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് വരെയൊക്കെയാണ് നമുക്ക് ഈ പീച്ച് ബ്ലോസം കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. മാർച്ച് 30-നാണ് കേട്ടോ ഞാൻ ഇത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. ചില ചെടികളൊക്കെ നന്നായിട്ട് ഫുള്ളായിട്ട് പൂത്ത് നിൽക്കുകയാണ്, ചിലതൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് രണ്ട് മരങ്ങളൊക്കെ ഇനി പൂക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കറക്റ്റ് ടൈം ഒന്നും പറയാൻ പറ്റില്ല, ഏകദേശമൊക്കെ പറയാൻ പറ്റുള്ളൂ. ഓരോ റീജിയൻ അനുസരിച്ചും ക്ലൈമറ്റ് അനുസരിച്ചിട്ടൊക്കെ ഇതിന്റെ പൂക്കുന്ന സമയത്തിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. എങ്കിലും ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ജനുവരി അവസാനം മുതൽ ഒരു മാർച്ച് വരെയൊക്കെ ആയിട്ട് പറയുന്നത് ആദ്യം പൂക്കുന്നത് പ്ലം ആണ് പൂക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പീച്ച് പൂക്കുന്നത്. പീച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മാർച്ച് ലാസ്റ്റ് മുതൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വീക്ക് വരെയൊക്കെയാണ് ചെറി ബ്ലോസം പൂക്കുന്നുണ്ടായിരിക്കുക. ജനറൽ ആയിട്ട് അങ്ങനെയാണ് പറയുന്നത്. ക്ലൈമറ്റ് അനുസരിച്ചും വേറെ റീജിയൻ അനുസരിച്ചൊക്കെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമൊക്കെ വരാറുണ്ട്. ഈ ഒരു മരത്തിൽ കണ്ടില്ലേ, പല കളറിലുള്ള പൂക്കളുണ്ട്. ചില പൂക്കളൊക്കെ കറക്റ്റ് പിങ്ക് ആയിട്ടുള്ളതുണ്ട്, ചിലത് റെഡ് ആയിട്ടുള്ളത്, വൈറ്റ് മിക്സ് ചെയ്ത കളറൊക്കെ വരുന്നുണ്ട്. ഇതിന് പല റീസൺസ് ഉണ്ട്. നാച്ചുറൽ ആയിട്ട് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള കുറെ ചെടികളുണ്ട്, അതിനകത്ത് ഇങ്ങനെ കാണാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യുന്നതുണ്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റ് അനുസരിച്ചും മണ്ണിന്റെ ഗുണം അനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ആദ്യമൊന്നും എനിക്ക് ഈ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ പ്ലം ബ്ലോസ് ആണോ അതോ ഇനി പീച്ച് ആണോ ചെറി ബ്ലോസ് ആണോ എന്നൊന്നും കണ്ടുപിടിക്കാൻ അറിയണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഇതളുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ മരത്തിന്റെ രീതി വെച്ചിട്ടും എത്രത്തോളം പൂക്കളാണ് ഒരു തണ്ടിലുള്ളത് എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതളുകൾ വെച്ചിട്ടുള്ള കണ്ടുപിടിക്കാൻ പ്ലം ബ്ലോസത്തിന്റെ ഇതൾ എപ്പോഴും റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാവുക. പീച്ച് ആയിരിക്കുമ്പോൾ അതിന്റെ അറ്റം ചെറുതായിട്ട് ഒരു പോയിന്റഡ് ആയിട്ടുള്ള പോലെയാണ് നമുക്ക് തോന്നുക, കൂർപ്പുണ്ടായിരിക്കും. ചെറി ബ്ലോസം വരുമ്പോൾ അതിന്റെ ഇതളുകളുടെ നടുക്ക് ഇങ്ങനെ ഒരു കീറിയ പോലെ ചെറിയൊരു വെട്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം ഞാൻ ഇതിന്റെ കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതിനകത്ത് ഞാൻ കറക്റ്റ് ആയിട്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പ്ലം ബ്ലോസത്തിന്റെ അത്രത്തോളം മണമില്ല ഈ പീച്ച് പൂക്കൾക്ക്, എന്നാലും ചെറുതായിട്ടുള്ള ഒരു സ്മെല്ലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ഇതിനിടയ്ക്ക് കൂടെ അത് കാസൽ പാർക്ക് ആണ്. ഒസാക്ക കാസിൽ ഒത്തിരി വലുതാണ്. അപ്പൊ അതിലൂടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ട്രെയിനുകളൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ട്രെയിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ ഒരുപാട് പേര് ഇവിടെ ടെന്റൊക്കെ അടിച്ച് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കിലാണ് സാക്കുറ പീക്ക് വരുന്നത്, ഏപ്രിൽ 5-ഉം 6-ഉം ആയിട്ടാണ്.